കെ ബിനിമോൻ, അങ്ങേക്ക് 7 മിനിറ്റ്. സർ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും വൈക്കത്തഷ്ടമിയുടെയും ചരിത്രഭൂമിയായ വൈക്കത്തിൻ്റെ മണ്ണിൽ നിന്നും 16ാം നിയമസഭയിൽ അംഗമാകാൻ അവസരം തന്ന എൻ്റെ പ്രസ്ഥാനത്തോടും എന്നെ നിയമസഭാ അംഗമായി തിരഞ്ഞെടുത്ത വൈക്കത്തെ എൻ്റെ പ്രിയപ്പെട്ടവരോടും ഞാൻ നന്ദി പറയുന്നു. മണിച്ചിത്രത്താഴ് സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് സർ. മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും അത്തരം ഒരു യാത്രയാണ് നടത്തിയിട്ടുള്ളത്. ഓജസ്സും തേജസ്സുമുള്ള കേരളത്തെ തേടിയുള്ള യാത്ര. ഈ ബഡ്ജറ്റിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് നൽകുന്നത് അത്തരം ഒരു കേരളത്തെയാണ്. ഞാൻ ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടത്തിയ പുതിയുഗ യാത്രയിൽ പങ്കുവച്ച ഒരു ആശയമായിരുന്നു കേരളത്തിലെ കടൽ മാർഗമുള്ള ചരക്ക് ഗതാഗതം. പിന്നീട് അത് UDFന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടു. ഇപ്പോൾ ബഡ്ജറ്റിന്റെ ഭാഗമായി. സർ, ബിസിനസ്സും വ്യവസായവും നടത്തേണ്ട ചുമതല സർക്കാരിൻ്റെത് മാത്രമാണെന്ന പൊതുബോധത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ചെയ്യുവാൻ കഴിയുള്ളവർക്ക് സൗകര്യമൊരുക്കുക എന്നതാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞ് തടയരുത്. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് സീഗേറ്റ് എന്ന ഹാർഡ് ഡ്രൈവ് നിർമ്മാണ കമ്പനി 5000-ഓളം പെൺകുട്ടികൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു യൂണിറ്റ് ആരംഭിക്കുവാൻ പദ്ധതിയിട്ടു. 5000-ഓളം കുടുംബങ്ങളുടെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കുമായിരുന്ന ആ സംരംഭം എന്തുകൊണ്ടാണ് നടപ്പായില്ല? പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റണം. ഇവിടെ പഠിച്ചിറങ്ങുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തൊഴിൽ ലഭിക്കണം. സർ, ദക്ഷിണ കൊറിയയിൽ നിന്നും നമുക്ക് ചിലത് പഠിക്കാനുണ്ട്. 1960കളിൽ കൊറിയൻ യുദ്ധത്തിന് ശേഷം ദക്ഷിണ കൊറിയ ഒരു ദരിദ്ര രാഷ്ട്രമായി തീർന്നു. 1960-70 കാലഘട്ടത്തിൽ ദരിദ്ര കൊറിയൻ സർക്കാർ വിദേശത്ത് തൊഴിൽ നേടുവാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിച്ചു. അവർ വിദേശത്ത് നിന്നും അയക്കുന്ന പണം വ്യവസായങ്ങളിൽ നിക്ഷേപിച്ചു. ഈ വ്യവസായ ഗ്രൂപ്പുകൾ അവരുടെ ലാഭം യൂണിവേഴ്സിറ്റികളിൽ റിസർച്ചിനായി മുടക്കി. ഇന്ന് ഈ രാജ്യം വികസിത രാജ്യമായി മാറി. ചിങ്ങമാസത്തിൽ ഓണം വരുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ഇലക്ട്രോണിക്സ് കച്ചവടത്തിന്റെ പകുതി പണവും പോകുന്നത് കൊറിയയിലേക്കാണ്. സർ, വിദേശത്ത് നിന്ന് എത്തിയ പണം ഉപഭോഗത്തിന് അല്ല, മറിച്ച് വ്യവസായ വികസനത്തിനും വിദ്യാഭ്യാസത്തിനും സാങ്കേതിക മുന്നേറ്റത്തിനും നിക്ഷേപിച്ചതിലൂടെയാണ് കൊറിയ വളർന്നത്. സർ, ഒരു വിദ്യാർത്ഥി +2 വരെ പഠനം പൂർത്തിയാക്കുമ്പോൾ ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപ സർക്കാരിന് പ്രത്യക്ഷമായും പരോക്ഷമായും ചെലവുണ്ട്. ഈ കുട്ടികൾ തുടർ പഠനത്തിനായി വിദേശങ്ങളിലേക്ക് ചേക്കാറുകയാണ്. 2023 കേരള മൈഗ്രേഷൻ സർവേ അനുസരിച്ച് 2.5 ലക്ഷം കുട്ടികളാണ്, ഏതാണ്ട് 80,000 കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നു. ശരാശരി 25 ലക്ഷം രൂപ ഒരു വിദ്യാർത്ഥിക്ക് വിദേശ വിദ്യാഭ്യാസത്തിന് ചിലവിട്ടാൽ പ്രതിവർഷം 20,000 കോടി രൂപ കേരളത്തിൽ നിന്നും പുറത്തു പോകുന്നു. 5 വർഷമാകുമ്പോൾ 1 ലക്ഷം കോടി രൂപ യാകുന്നു. ഈ കുട്ടികൾക്ക് വേണ്ട സൗകര്യം കേരളത്തിൽ ഒരുക്കിയാൽ ആ പണം കേരളത്തിൽ നിക്ഷേപിക്കപ്പെടും എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശ്വാസം അഭിനന്ദനം അർഹിക്കുന്നു. കേരളത്തെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബായി മാറ്റുവാൻ മുന്നോട്ട് വെച്ച കേരള നോളജ് വാലി എന്ന ആശയം തീർത്തും ഉത്കൃഷ്ടമാണ്. പുതുയുഗത്തിലേക്ക് കേരള ജനതയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പദ്ധതിയിലൂടെ ഒരു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ സിസ്റ്റവും അതുവഴി ഒരു മികച്ച ഇന്നൊവേഷൻ എക്കോസിസ്റ്റത്തെയും കെട്ടിപ്പടുക്കുവാൻ കഴിയും. സർ, ഒരു അസുഖം വന്നാൽ തന്നെ കടക്കാരൻ ആവുന്ന സാമ്പത്തിക ഭദ്രതയെ കേരളത്തിലെ ജനങ്ങൾക്കുള്ളൂ. ഇതിനൊരു പരിഹാരമാണ് കനിവിന്റെ ആൾരൂപമായിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള 25 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സാർ, ലോകോത്തര നിലവാരമുള്ള ആരോഗ്യമേഖല എന്ന് നാം പറയുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് പ്രിയപ്പെട്ട ആശാവർക്കർമാർ. അവരുടെ കഠിനാധ്വാനം, അർപ്പണ മനോഭാവം, സേവന സന്നദ്ധത എല്ലാം ഒരു പഞ്ചായത്ത് പ്രസിഡന്റായ കാലത്ത് ഞാൻ നേരിട്ടറിഞ്ഞതാണ്. അവഗണനയുടെ കയ്പുനീർ കുടിക്കേണ്ടി വന്ന ഈ സഹോദരിമാരെ ഈ സർക്കാർ ചേർത്ത് പിടിച്ചിരിക്കുന്നു. സാർ, വികസനത്തിന്റെ ഫലം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും കിട്ടണമെന്ന് ലക്ഷ്യം വയ്ക്കുന്ന ഒന്നാണ് ഈ ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റ് ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് തലയാഴം പഞ്ചായത്തിന്റെ ഒരു പ്രസിഡന്റായിരുന്ന എനിക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്. എന്റെ അമ്മ ഇന്നും
തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകുന്ന ഒരാളാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് ഗ്രാമീണ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ആരാധ്യനായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഈ പദ്ധതി അത് വിഭാവനം ചെയ്ത 100 തൊഴിൽ ദിനങ്ങൾ പോലും നൽകുവാൻ സാധിക്കാത്ത വിധം പുതിയ നിയമങ്ങളാൽ വരിഞ്ഞു മുറുക്കിപ്പെട്ടിരിക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും 40% സംസ്ഥാന വിഹിതത്തിന്റെ ഒരു ഗഡുവായ 1422.6 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ശ്ലാഘിക്കുന്നത് വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റിക്കായി തുക മാറ്റിവെച്ചതും പട്ടികജാതി പട്ടിക വിദ്യാർത്ഥികൾക്കുള്ള ഗ്രാന്റിനുള്ള തുക വകയിരുത്തിയതുമാണ്. സാർ, സത്യാഗ്രഹ ചരിത്രഭൂമിയാണ് വൈക്കം. ഞാൻ വൈക്കത്തെക്കുറിച്ച് ജനങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് വന്ന മഹാത്മാഗാന്ധിജി ഇന്ന് വൈക്കത്ത് വന്നാലും വഴിതെറ്റില്ല. കാരണം വൈക്കത്തിന് ഒരു മാറ്റവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സാർ, വൈക്കത്ത് വേമ്പനാട്ടിന്റെ കായലിന് കുറുകെ ഒരു പാലം പണിയുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്ന പദ്ധതിയായിരുന്ന തുറവൂർ പമ്പ ഹൈവേയുടെ ഭാഗമായുള്ള നേരേക്കടവ് മാക്കേക്കടവ് പാലമാണ് 2016 നിർമ്മാണം ആരംഭിച്ച് 2018 പൂർത്തീകരിക്കേണ്ടിയിരുന്ന പാലം 2026 പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. നിർമ്മാണ ചെലവ് 78 കോടിയിൽ നിന്നും 112 കോടിയായി ഉയർന്നു. ഈ പാലം പൂർത്തിയാകുമ്പോൾ നേരേക്കടവ് മുതൽ ഉദയനാപുരം വരെയുള്ള റോഡിന് 4 മുതൽ 5 മീറ്റർ വീതി മാത്രമാണുള്ളത്. 10 വർഷം മുമ്പ് ആരംഭിച്ച തുറവൂർ പമ്പ ഹൈവേയിലെ ഒരു റീച്ചിന്റെ ദുർഗതിയാണിത്. ഈ റോഡിന്റെ കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് വീതി കൂട്ടുവാനുള്ള നടപടികൾക്കായി ബജറ്റിൽ തുക വകയിരുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ സാർ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന ബജറ്റിൽ പ്രഖ്യാപിച്ച വൈക്കം പൂത്തോട്ട റോഡിന്റെ വികസനവും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. സാർ, ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഉണ്ടെങ്കിൽ സ്വകാര്യ പൊതുമേഖല പങ്കാളിത്തത്തോടെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കും എന്ന് തെളിയിച്ച